കോഫി പറയട്ടെ? അളിയ ഇന്നലെ പറഞ്ഞത് ആലോചിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാനുണ്ടാക്കിയ കടമൊക്കെ എനിക്ക് തീർക്കാൻ പറ്റുമെന്നറിയില്ല. അളിയൻ പറഞ്ഞത് ഞാൻ വെറുതെ സങ്കല്പിച്ചു. വിഷം പുരട്ടിയ ഭക്ഷണത്തലികയുടെ ചുറ്റുമിരിക്കുന്ന കുടുംബം. എന്നിട്ട് നമ്മൾ കുടുംബം മുഴുവനും. കുടുംബം മുഴുവനല്ല, അമ്മയും അച്ഛനും പിന്നെ അളിയനും. അച്ഛനും അമ്മയും ഞാനും. ഈ വിഷം കലക്കി വെച്ച ഭക്ഷണം ആദ്യം ആര് കഴിക്കും? അച്ഛൻ കഴിക്കൂ? അമ്മ കഴിക്കും? ഞാൻ കഴിക്കും? എനിക്കറിയില്ല അളിയ. കടബാധ്യതയൊക്കെ ആർക്കാ ഇല്ലാത്തത്? ഇതെൻ്റെ 2ാം ജന്മമല്ലേ? അതെ അതെ അതെ. എനിക്ക് മരിക്കണ്ട. അച്ഛനും അമ്മയും മരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ തക്കതായ കാരണമുണ്ട്. ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത്. അല്ല, അത് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? ഞാനൊന്ന് ശ്രമിച്ചിട്ട് വരാം. ഇപ്പൊ വരാം. എന്തായി വല്ല നടക്കുമോ? ആ, നടക്കും. വേണമെങ്കിലേ നമ്മളോട് എല്ലാവരും പോയി കൂട്ടാനുമതി ചെയ്തോളം പറഞ്ഞേക്കപ്പ പൊന്നോ. വീണ്ടും നമ്മൾ വിചാരിച്ച ആളല്ല. അയ്യോ, തന്റെ ഊള ഐഡിയ ഒന്നും അവിടെ ഏറ്റില്ല. ഹലോ ഡോക്ടറെ, ഞാൻ സന്തോഷ വാർത്ത പറയാൻ വിളിച്ചാണ്. വീണ്ടും സന്തോഷം. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടർ US-ന്ന് വളരെ കുറഞ്ഞ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പരിഗണിച്ച് അദ്ദേഹം ബിനുവിനെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഇതുവരെ തള്ളി തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഓർമ്മയുടെ ഗേറ്റ് ചവിട്ടി തുറക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഡോക്ടറെ, ഈ ചവിട്ടി പൊളിക്കുന്നതിന് പകരം ചാടി കിടക്കാൻ നോക്കാമല്ലോ അല്ലേ? അതും ട്രൈ ചെയ്യാം. അപ്പൊ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നാളെ കാലത്ത് ഹോസ്പിറ്റലിൽ എത്തണം. ശരി. ഇനി എന്താ ചെയ്യാ? തിരികെ പോവേണ്ടി വരും. ഫ്ലാറ്റിലെത്തുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാനാണ് ചാൻസ്. അവൻ എന്തെങ്കിലും ഓർത്തെടുക്കും. ബിനുവിൻ്റെ കേസിൽ രൂപേഷ് എന്നോട് പറഞ്ഞത് റിക്കവറിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ടെന്നാണ്. ബട്ട് ഞാൻ നോക്കിയിട്ട് അങ്ങനെയല്ല കാണുന്നത്. റിക്കവറിക്ക് ചെറിയ സാധ്യതയല്ല, വലിയ സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ അപകടം ബിനുവിൻ്റെ മെമ്മറിയെ ഇല്ലാതാക്കിയിട്ടില്ല. ബട്ട് ദ കണക്ഷൻ, ആ കണക്ഷൻ ഉണ്ടല്ലോ, അതാണ് മിസ്സിംഗ്. എന്തായാലും ഞാൻ ഒരു 5-6 മാസത്തേക്കുള്ള മരുന്ന് എഴുതരാം, അത് കൊടുത്താൽ മതി. ഇനി ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ അധികം വൈകാതെ കിട്ടും. ഇറ്റ് വിൽ സ്പീഡ് അപ്പ് ദ റിക്കവറി. അതുപോലെ ഈ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഗ്യാരണ്ടി ഉണ്ട്. സന്തോഷമായില്ലേ? God bless you. പെയിന്റിന്റെ സ്മെല്ല് ഏറ്റിന്നുണ്ട്. ചെല്ലവർക്ക് ചെല്ല്.
ഇതിപ്പോൾ പെയിൻ്റ് അടിച്ചതാണോ? പണ്ടേ നീ പറയാറുള്ളല്ലേ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയാക്കണമെന്ന്, അല്ലേ? കോമയിൽ നിന്ന് നീ തിരിച്ച് വരില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെ എഴുതി തള്ളിയപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടിലേക്ക് നിന്നെ താമസം മാറ്റണമെന്ന് നമ്മൾ തീരുമാനിച്ചു. നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരും നമ്മൾ വിചാരിച്ചില്ല, അല്ലേ? അല്ലേ? അതെ, മോന്റെ മുറി ദാ ലെഫ്റ്റില്. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? The number you are trying to call is currently not reachable. Please try again later. ഡോക്ടറെ, അവന് ഓർമ്മ വരുമെന്ന് പേടിച്ചിറക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. ഓർമ്മ കംപ്ലീറ്റ് കളയാളം മരുന്ന് ഡോക്ടർ സംഘടിപ്പിച്ചായിരുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കാനുള്ള മരുന്ന് ദയവർക്ക് കൊടുക്കണം. നമ്മളൊരാളെ കൊല്ലാനല്ലല്ലോ നോക്കുന്നേ, അയാളുടെ മെമ്മറി കളയാനല്ലേ. കൊല്ലാനൊന്നും നമ്മൾ നോക്കില്ലല്ലോ അല്ലേ? ഒരു കുടുംബത്തിന്റെ സമാധാനപരമായ സഹവർത്തത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ. നിങ്ങൾ ഈ പറയുന്ന നന്മയ്ക്ക് മരുന്നുണ്ട്, പക്ഷേ മാരക സൈഡ് എഫക്റ്റാണ്. കംപ്ലീറ്റ് മെമ്മറി അടിച്ചു. കുറ്റകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂല. ഇവിടെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങാനും പിടിക്കപ്പെട്ട വില ഗൂഗിൾ ചെയ്തെടുത്താണെന്ന് പറഞ്ഞേക്കണം. എന്നെ ചതിക്കാൻ നോക്കരുത്. എന്നെ എങ്ങാനും ചതിക്കാൻ നോക്കിയാ നേരത്തെ ഒന്ന് അറിയിച്ചേക്കണം. എനിക്ക് ചത്ത് കളയാല. ആ വശങ്ങൾ ഡേ, ആ ഡോക്ടർ പറയുന്ന പോലെ മാരകമായ സൈഡ് എഫക്ട്സ് ഉള്ള മരുന്ന് അവന് കൊടുക്കണോ? അവനെ വീണ്ടും കോമയിലേക്ക് തള്ളിവിടണോ? ആ സാധനം തന്നെ എന്തും പറയാം. ഓ, നിങ്ങളെല്ലാം മറന്നു അല്ലേ? ഇപ്പൊ അവന്റെ സൈഡാ. അതല്ല, അവൻ ഇനിയും വയ്യാതായ നമ്മളല്ലേ അവനെ നോക്കേണ്ടത്. കാലം മാറി മനുഷ്യ. ഇപ്പൊ അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ളതാ. മക്കളുടെ തീട്ടവും മൂത്രവും കോരാൻ മാത്രം ഉള്ളവരല്ല മാതാപിതാക്കള്. ലക്ഷ്മി നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല ഞാൻ. അവളാളത്ര ശരിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്നൊരു മിഠായി തല്ല ഓർമ്മയില്ല? ആരോ ഗൾഫിൽ നിന്ന് കൊടുത്തിട്ട് മിഠായി ലക്ഷ്മി നിങ്ങളോട് പറയാണ്ട് വേറെ ആർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വയലൻ്റ് ആയത്? ഇതിനൊക്കെ ആരെങ്കിലും വയലൻ്റ് ആവോ? ആ ഡീറ്റിട്ട് നേരെ വന്ന് എൻ്റെ അടുത്തേക്കാ. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് കൊട്ടേഷൻ തരാനാ. നിസ്സാരക്കാരില്ല അവള്. അവളുടെ കൂടെ നിൽക്കുന്നൊന്നും തോന്നിപ്പിക്കുകയെങ്കിലും ചെയ്താ ചേട്ടന് കുറച്ച് കാലം ഇവിടെയൊക്കെ സുഖമായിട്ട് ജീവിക്കാം. സ്നേഹം കൊണ്ട് പറഞ്ഞ ചേട്ടാ. ഹലോ ബിനു, ഇത് എവിടെയാ? ഞാൻ ഫ്ലാറ്റിലാ. ഇതോ ബിനുവിന്റെ ഫ്ലാറ്റോ? കാണിച്ചേ.
മാറിപ്പോയല്ലോ. ഇതാരെങ്ങനെ മാറ്റിയേ? ഞാൻ പറഞ്ഞിട്ടാ മാറ്റിയതെന്ന്. കഷ്ടായിപ്പോയി. പഴയ മെമ്മറി ഒക്കെ റീകളക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലേ ഇല്ലാണ്ടാക്കിയത്. എടാ ഞാൻ വിളിക്കേ. കേരളത്തിൽ PSC ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ. നിനക്ക് ഓർമ്മ കാണില്ല, പക്ഷെ എനിക്കറിയാം 39 തവണ. ഇനി എഴുതാൻ പറ്റൂല. ഇത് ഒരു അപകടം പിടിച്ച കളിയാണ് കേട്ടോ. ഒരു കുടുംബം രക്ഷിക്കാനുള്ള പരിപാടിയല്ലേ, അത് ആര് പേടിക്കുന്നു? ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും. അത് കാര്യമാക്കണ്ട. പിന്നെ ഒരു ദിവസം ഒരെണ്ണേ കഴിക്കാവൂ, ഒരൊറ്റ ഒരെണ്ണം. കൂടുതൽ കഴിച്ചാൽ പിന്നെ കഴിക്കാൻ ആളുണ്ടാവില്ല. ദാ തള്ളയോട്ടിയ പിള്ളക്ക് കേടില്ലല്ലോ. മറ്റേ തായ്പാസം. വീട്ടിലെ ആളുന്ന വിളക്ക്. അളിയ പുതിയ ലുക്കാണല്ലോ. ഇത് പഴയ ലുക്കല്ലേ? നീലിമ പഴയൊരു ഫോട്ടോ അയച്ചു തന്നു. അങ്ങനെ അതുപോലെ ചെയ്തത്. സൂപ്പറാ. നല്ല രസമുണ്ട്. ബിനുചേട്ടൻ ഇതാ മാച്ച് അല്ലേ അമ്മേ? അതെ. ഞാൻ ഒന്ന് നടന്നിട്ട് വരാം. ജസ്റ്റ് മിസ്. ഒരു സെക്കൻഡൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബോധം കെട്ടി വീണേനെ. എന്തിന്? അമ്മേ ഇനി ഓർമ്മ എങ്ങനെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവോ? ഓർമ്മ വന്നെങ്കിൽ അവൻ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറ. ഇനി ഓർമ്മ കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ള മരുന്നില്ലേ, അത് ഓരോന്ന് വെച്ച് അങ്ങോട്ട് കൊടുക്കുക, അതങ്ങോട്ട് മാറി കിട്ടും. എന്തിട്ട് ഇത്ര ആലോചിക്കാൻ? കൂൾ.